ഹായ് ഗായ്സ്, നമുക്കൊന്ന് പാർക്കിൽ പോയാലോ? ആദ്യം ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇതെന്താ? ഇതാണ് ഒറ്റമൈനയാ. റോഡ് ക്രോസ് ചെയ്ത് പാർക്ക് കണ്ട വഴിക്ക് പിന്നെ വേറൊരു ഒറ്റ ഓട്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല കാറ്റിൻ്റെ ഫീലൊക്കെ കാണുന്നുണ്ടെങ്കിലും തണുത്ത കാറ്റൊന്നല്ല കേട്ടോ, നല്ല ചൂട് കാറ്റ് തന്നെയാണ് വീശുന്നുണ്ടായിരുന്നത്. നമുക്ക് നല്ല ചൂടായിട്ടാണ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ പാർക്കിലേക്ക് കയറാണ്ട് ഞങ്ങൾ ജ്യൂസും കുറച്ച് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ കുടിച്ചിട്ടാണ് വേദന പാർക്കിൽ കയറിയത്. കാരണം ചോക്ലേറ്റ്സ് കുടിക്കുമ്പോൾ എന്തായാലും പോയി കളിക്കാനുള്ള ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് വേദ പാർക്കിലേക്ക് പോയത്. പക്ഷേ പാർക്കിലേക്ക് കയറി അതേ വേഗത്തിൽ ഇങ്ങോട്ട് തിരിച്ചിറങ്ങിയിട്ടാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ ഈ ടെൻറ്റിൻ്റെ ഉള്ളിലാണ് വേദിൻ്റെ പാർക്ക്. അതിൻ്റെ ഉള്ളിൽ അതിനേക്കാട്ട് ചൂടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് നടന്ന് ഇതാട്ടോ ഞങ്ങൾ വിൻ്ററിൽ ഫുഡ് കഴിക്കാൻ പോകാറുള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാറുള്ളത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫാമിലി പാർക്ക് എയിലാണ് ഞങ്ങളെന്നും പോവാറ്. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഫാമിലി പാർക്ക് ബി ഉണ്ട്. അത് ഈ അണ്ടർപാസ് വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫാമിലി പാർക്ക് ബിയിലെത്താൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. കുറേ പിക്ചേഴ്സൊക്കെ ആയിട്ട് അറബ്സിൻ്റെ കുറേ കൾച്ചേഴ്സിൻ്റെ ഒക്കെ പറ്റിയ പിക്ചേഴ്സ് ഉണ്ടായിരുന്നു. അതുകൂടാതെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം കണ്ടതാണ് ഫോൺ ചാർജ് ചെയ്യാനുള്ള പോർട്ട്സാണിത്. ഇവിടെ നമുക്ക് ആൻഡ്രോയിഡും അതുപോലെ ഐഫോണും നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലത്തെ ഒരുപാട് പോർട്ട്സ് ഞങ്ങൾ അവിടെ കണ്ടായിരുന്നു. ആ പാർക്കിൻ്റെ ഫാമിലി പാർക്ക് ബിയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇതുപോലത്തെ പോർട്ടുകൾ ഞങ്ങൾ കണ്ടായിരുന്നു. ആക്ച്വലി 3 കൂടുതൽ കണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിൽറ്റർ വാട്ടറിൻ്റെ ഒരു സ്റ്റേഷനാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് ഇതുപോലെ വെള്ളം നമുക്ക് ഈ പാർക്കിൽ നിന്നൊക്കെ നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റേഷനിൽ നമുക്ക് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റും. ഈ ഒരു ടൈമായപ്പോഴേക്കും വേദമൊക്കെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് വേർത്തു, ഭയങ്കര ക്ഷീണിച്ചു. പക്ഷേ ബാസ്കറ്റ് ബോൾ കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് കുട്ടികൾ. അതൊക്കെ കണ്ടപ്പോൾ അവന് കുറച്ച് ഇഷ്ടമായി. കാരണം ആ ബാസ്കറ്റ് ബോൾ കളിക്കാൻ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സ്കേറ്റിങ്ങിൻ്റെ പ്ലേസ് ആയിരുന്നു ഇത്. അതും അവന് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ആ കാണുന്നതാണ് ഒരു റോക്കറ്റ് ഷേപ്പിലുള്ള ഒരു സ്ട്രക്ചറാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് അതിൻ്റെ മുകളിലോട്ട് കയറാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് വഴി കയറാം. ഇതുപോലെ നമുക്ക് ചവിട്ടി കയറാൻ പറ്റും. അതല്ലാതെ വേറെയും ഉള്ളിൽ കൂടെയും ഒക്കെ ഇതുകളുണ്ട്. അതിൻ്റെ മുകളിൽ കയറി നിൽക്കാൻ പറ്റും. ഇതുപോലെ കയറിയിട്ട് അപ്പോൾ നമുക്ക് മസിൽ സ്ട്രെങ്തനിങ്ങിനൊക്കെ നല്ലതാണ് ഒരു ഈ പ്ലേ ഏരിയ എന്ന് പറയണത്. ഇതുപോലെയാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, ഈ ഒരു ഷേപ്പിൽ. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാട്ടോ ഈ ഒരു ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചർ ഉണ്ടത്. ഞങ്ങൾ തിരിച്ചു പോന്നു. ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.